ഇ വി നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എ സി ഓൺ ചെയ്ത് ഉള്ളിലിരിക്കുന്നത് പ്രശ്നമാണ്. അതേപോലെ ഇ വി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് ടയേർഡ് ആവുമ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് അതിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അപകടമാണ്. അതേപോലെ ഇ വിയുടെ ചാർജ് SOC 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടു. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് ഇ വി ടോക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇ വി ഡ്രൈവേഴ്സിന്റെ ഇടയിൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കമ്മ്യൂണിറ്റിയിലൊക്കെ ഇങ്ങനെ പല കമന്റുകളും സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ ഇ വി ചാർജ് ചെയ്യുമ്പോൾ എ സി ഇട്ടിട്ട് ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് റിസ്ക് ആണ് എന്ന് പറയുന്നൊരു സംഭവം. അത് പലപ്പോഴും എന്താ വെച്ചാൽ എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഈ ICA കാറ് വിൽക്കുന്ന സെയിൽസ്മാൻമാരെ അവിടെ ആൾക്കാർ കസ്റ്റമർ വരുമ്പോൾ പറയുന്ന പതിവ് പല്ലവി നമ്മളോട് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിൽ യാതൊരു റിസ്ക്കും ഇല്ല. കാരണം IC എഞ്ചിൻ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സോസ്റ്റ് ഉണ്ട്. ആ എക്സോസ്റ്റിലൂടെ കാർബൺ മോണോക്സൈഡ് പോലെ ടോക്സിക് ആയിട്ടുള്ള വാതകങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ വണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കാർ പോർച്ചിന്റെ ഉള്ളിലേക്ക് ഇടുകയാണെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഉള്ളിലേക്ക് ക്യാബിനിലേക്ക് വരികയും നമ്മൾ അങ്ങനെ അറിയാതെ തന്നെ മരിച്ചു പോകുന്ന പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഭയത്തിന്റെ പുറത്താണ് ഇത് കൂടുതലും ഇങ്ങനൊരു അന്ധവിശ്വാസം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ഇ വി വണ്ടി AC ഓൺ ചെയ്തിടുന്നത് ഇ വി വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരിക്കൽ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം താമരശ്ശേരിക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വന്നിട്ട് കോപ്പറേറ്റർ വിളിച്ചിട്ട് പറഞ്ഞു, എന്തോ മരം വീണോ മറ്റോ ചുരം ബ്ലോക്കാണ്, ചേട്ടൻ കുറച്ചൊന്ന് സമയം ഒന്ന് ശ്രദ്ധിച്ചിട്ട് സാവകാശം വന്നാൽ മതി, 2-3 മണിക്കൂർ ഉണ്ടായിരിക്കും പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് ഒരു 9 മണിക്ക് മുമ്പാണ്. ഞാൻ നിർത്തിയ സ്ഥലത്ത് ചുവന്ന ബോർഡിൽ നാരങ്ങ വെള്ളം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വിചാരിച്ചു എന്നാൽ റിലാക്സ് ചെയ്യാം, ഒരു നാരങ്ങ വെള്ളം കാച്ചാന്ന് വിചാരിച്ചു. അവിടെ കയറി ഒരെണ്ണം കഴിച്ചു, 2 കഴിച്ചു. സത്യം പറഞ്ഞാൽ നല്ല ടയർഡായിരുന്നു. വണ്ടിയിൽ AC ഓൺ ചെയ്തിട്ട് സുഖമായി കിടന്നുറങ്ങി. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കോഴി കൂവുമ്പോഴാണ് പിന്നെ എണീറ്റത്. ഒരു 6-7 മണിക്കൂർ ഞാൻ സുഖകരമായി കിടന്നുറങ്ങി. പെട്ടെന്ന് ഞാനും ഒന്ന് പാനിക്കായി. SOC ആണ് ആദ്യം നോക്കിയത്. അയ്യോ എന്ത് പറ്റി, കംപ്ലീറ്റ് ബാറ്ററി ഡ്രൈൻ ആയി പോയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. സത്യം പറഞ്ഞാൽ ഈ 6-7 മണിക്കൂർ ഉപയോഗിച്ചിട്ടൊരു 8-9% മാത്രമാണ് SOC യൂസ് ചെയ്തിട്ടുള്ളൂ. ഇ വിയുടെ AC കംപ്രസർ BLDC മോട്ടറായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. ഭയങ്കര ഹൈ പവർ എഫിഷ്യൻസി ഉള്ള ഒരു മോട്ടറാണ് BLDC. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുമല്ലോ BLDC എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു ഇ വി ശരിക്കും BLDC മോട്ടർ ആയതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ പവർ അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു യൂണിറ്റ്, ഒരു മണിക്കൂറിന് ഏകദേശം 1 യൂണിറ്റോ 1.5 യൂണിറ്റ് ഒക്കെയാണ് കൺസംഷൻ വരുന്നുള്ളൂ. അപ്പൊ ഇ വി AC മോട്ടോർ വന്നിട്ട് BLDC ആയതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ഇതിന് ചെറിയൊരു പവർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റ് IC വണ്ടിയുടെ പോലെ എഞ്ചിൻ എൻഗേജ് ആവുന്നില്ല. നമ്മൾ ഈ മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് 1.5 കിലോവാട്ട് ഒക്കെയാണ് പവർ കൺസംഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഒരു ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഒതുക്കി ഒന്ന് കിടന്നുറങ്ങുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, അതായത് AC ഓൺ ചെയ്തിട്ട് ചാർജിങ് നടക്കുമ്പോൾ AC ഓൺ ചെയ്തിട്ട് അകത്തിരിക്കുന്നതിന്റെ റിസ്ക് എന്ന് പറയുന്നത് പലതരത്തിലുള്ള വേവ്സ്, മറ്റേ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റേഡിയേഷൻ, അങ്ങനെയൊക്കെ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇതില് മറ്റൊരു ഇത് പറയാം. സത്യത്തിൽ ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ റിസ്ക് ആണ്. ഈ ബാറ്ററി ഓവർ ഹീറ്റ് ആവും, അതിന്റെ പ്രശ്നമാവും എന്നുള്ളത്. സാധാരണ ഈ മോഡേൺ ആയിട്ടുള്ള എല്ലാ വണ്ടികളും ഇങ്ങനെ AC ഇട്ട് ഓൺ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെ അതിന്റെ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം അത് കാപ്പബിൾ ആണ്. ഈ AC-യിലൊക്കെയുള്ള ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് AC കറണ്ട് ഓൾട്ടർനേറ്റീവ് കറണ്ടിൽ ചാർജ് ചെയ്യുമ്പോൾ, 2 AC വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓൾട്ടർനേറ്റീവ് കറണ്ടിൽ ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ എയർ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ എയർ കണ്ടീഷണർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ AC കറണ്ട് കൂടുതൽ യൂസ് ചെയ്യും. അപ്പോൾ മറ്റേ ചാർജിങ് ടൈം കൂടുതൽ വരാം. പക്ഷെ DC-യിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. DC-യിലേക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി AC ഓൺ ചെയ്തിട്ട് നമുക്ക് DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് ഒരു അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കേടുവരും, ബാറ്ററിക്ക് എന്തെങ്കിലും കേടുവരും എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ തന്നെ മിക്ക വണ്ടികളിലും അതിന്റെ ബാറ്ററി കൂളിങ്ങിന് വേണ്ടിയിട്ട് AC ഉപയോഗിക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എയർ കൂൾഡ് വണ്ടികളുണ്ട്, അതുപോലെ ലിക്വിഡ് കൂൾഡ് വണ്ടികളുണ്ട്. ഈ ഫാസ്റ്റ് ചാർജ്, അതായത് ബാറ്ററി ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഈ കൂളിംഗ് പലതരത്തിലും ബാറ്ററീനെ കൂൾ ചെയ്തിട്ട് മാനേജ് ചെയ്തിട്ടാണ് ഇതൊക്കെ പോകുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് കമ്പനികൾ വണ്ടി ഇറക്കിയിരിക്കുന്നത്. പിന്നെ ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ എക്സ്ട്രീം ക്ലൈമറ്റ് ഒക്കെ വരുമ്പോൾ
നമ്മൾ കനോപ്പി ഒന്നും ഇല്ലാത്ത ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് ഡേ ടൈം ചാർജ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു അഡ്വൈസ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ ബാറ്ററിക്ക് ഒരു സ്ട്രെസ് ഉണ്ട് തീർച്ചയായിട്ടും. അതോടൊപ്പം നമ്മൾ ഈ കൂടുതൽ ടെമ്പറേച്ചർ, പുറമത്തെ ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് ചില വണ്ടികൾ, അതായത് ആദ്യകാലത്തെ വണ്ടികൾക്കാണ് ആ കൂടുതൽ ആ പ്രശ്നമൊക്കെ കണ്ടിട്ടുള്ളത് കേട്ടോ. ടെമ്പറേച്ചർ കൂടിയിട്ട് വണ്ടി പിന്നെ സ്റ്റാർട്ട് ആവാതിരിക്കുക കുറച്ചു നേരം, പിന്നെ ബാറ്ററി കൂളായതിനു ശേഷം എടുക്കാൻ പറ്റുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ആദ്യകാലത്തെ ഒരു 4-5 വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള EVയിലാണ് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു അന്ധവിശ്വാസമാണ് നമ്മുടെ SOC 0 ആയി, അയ്യോ പെട്ടു എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ വേണമെങ്കിൽ ഇതിന്റെ സൈഡിലൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. എൻ്റെ വണ്ടി വന്നിട്ട് MG Z EV ആണ്. അത് ഞാൻ യാത്ര ചെയ്തിട്ട് ഒരിക്കൽ 0 വരെ ആവുന്നൊരു സാഹചര്യം വന്നു. ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ആ റിസ്ക് എടുക്കില്ല. 1 to 0 ഒക്കെ ആയി. ഞാൻ അവിടം വരെ എത്തി, കോഴിക്കോട് വർക്ക്ഷോപ്പ് വരെ എത്തി, സർവീസ് സെന്റർ വരെ എത്തി. അപ്പോൾ 10-14 കിലോമീറ്ററോളം അതിന് കിട്ടി. ഈ 0 ആവുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മോഡേൺ EV വണ്ടികളും ഒരു ഹിഡൻ ബഫർ അതിനുള്ളിലുണ്ട്. ഒരു സാധാരണ ഒരു 16 to 0 ഒക്കെ വരുമ്പോൾ ഒരു 20 കിലോമീറ്റർ വരെ കിട്ടും എന്നുള്ളതാണ് പൊതുവെ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഹിഡൻ ബഫർ ഉണ്ട്. ആ ഹിഡൻ ബഫർ ഉണ്ടെന്ന് വെച്ചിട്ട് എപ്പോഴും നമ്മൾ 0-1 ആക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും ഒരു ഐഡിയൽ ആയിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറ് എന്താ വെച്ചാൽ, ഒരു 20% ഒക്കെ ആകുമ്പോഴേക്കും നെക്സ്റ്റ് ചാർജിങ് വണ്ടിയുടെ നടത്തുന്നതാണ് നല്ലത്. നമ്മൾ ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ DC ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഒരു 20 എത്തുമ്പോൾ 20 to 90 വരെയൊക്കെ ചാർജ് ചെയ്യുക. അത് കാരണം ഫാസ്റ്റ് ആയിരിക്കും 90 വരേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ 100 വരെയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 കിലോ വാട്ട് അല്ലെങ്കിൽ 50 കിലോ വാട്ടിൽ കയറിയിരുന്ന ചാർജ് വന്നിട്ട് പിന്നീട് നേരെ കുറഞ്ഞ് ഒരു 7.4 ഇതിലേക്കാണ് പിന്നെ അവസാനം എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഈ 20 to 90 വരെ എടുത്ത സമയം തന്നെ ചിലപ്പോൾ അതിന്റെ മുക്കാൽ ഭാഗമൊക്കെ എടുക്കും, ചിലപ്പോൾ 90 to 100 വരെ ആവാൻ. അപ്പൊ അത്ര സമയം നമ്മൾ കളയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറയുന്നത്. പക്ഷെ AC ചാർജിങ് വീട്ടിൽ ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു 100% ആക്കുന്നതാണ് നല്ലതെന്നാണ് പൊതുവെ ടെക്നീഷ്യന്മാർ അഡ്വൈസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു ഇത് പറയാം. ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുകളാണല്ലോ ചേർന്നിട്ടാണല്ലോ ഒരു വലിയ ബാറ്ററി ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുക, പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. നമ്മൾ കുറച്ചധികം ഗ്ലാസ്സുകൾ വെക്കുന്നു, അതിൽ വിസ്കി ഇങ്ങനെ ഒഴിക്കുന്നു. അപ്പൊ എല്ലാറ്റിലും ഒരുപോലെ നിറയോ, അല്ലെങ്കിൽ എല്ലാറ്റിലും കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കില്ല. അപ്പോൾ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ 90 ആയാലും 95 ആയാലും 100 ആയാലും കുറച്ച് സമയം കൂടി അതിനെ അലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഇത് എല്ലാറ്റിലും ഈവൺ ആക്കിയിട്ട് ഫില്ല് ചെയ്യും. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 90 95 വന്നിട്ട് ചിലർക്ക് അന്ധവിശ്വാസം ഉണ്ട്, ബാറ്ററി 100 ആയി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്, ബാറ്ററിയുടെ ലൈഫ് കുറയുന്നൊക്കെ. ആ ഒരു കാര്യമില്ല. അപ്പൊ ഈ 100 ആവുന്നത് നല്ലതാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതായത് നമ്മുടെ ചില സെല്ലുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫില്ലാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ബാഡ് സെക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഈ സെല്ല് വീക്കായി പോകാൻ സാധ്യതയുണ്ടെന്ന് ഒരു ടെക്നീഷ്യൻ പറഞ്ഞു. അദ്ദേഹം ഈ സെല്ല് റീപ്ലേസ് ഒക്കെ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ്. അപ്പൊ പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ കുറച്ച് സെല്ലുകൾ കംപ്ലൈന്റ് ആയി പോകുന്നുണ്ടെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ 100 ആക്കാൻ ശ്രമിക്കുകയും BMS മാക്സിമം എൻഗേജ് ചെയ്ത് ഫുള്ള് സെല്ലുകളും ഈവൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കണം. അതുപോലെ മറ്റൊരു വലിയ അന്ധവിശ്വാസമാണ് കേട്ടോ, ഈ റീജൻ ഉപയോഗിക്കുന്നതിൽ. റീജൻ എപ്പോഴും മാക്സിമം ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്ത് മൈലേജ് കൂടി കിട്ടി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് തിരിച്ചാണ് അനുഭവം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹൈവേയിൽ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട റീജനും നമ്മൾ ടൗണിൽ യൂസ് ചെയ്യേണ്ട റീജനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടൗണിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു 2-3 അല്ലെങ്കിൽ 4 റീജനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ചാവക്കാട് നിന്ന് കോഴിക്കോട് പോകുന്ന ഹൈവേയിൽ ഇപ്പോൾ 90-120 പോകുമ്പോൾ നമ്മൾ വന്നിട്ട് ഈ 3 ഇടുന്നത് ഭയങ്കര ഡേഞ്ചർ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഡേഞ്ചർ ആണെന്ന് മാത്രമല്ല, അത് ശരിക്കും മൈലേജ് കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. ഈ പലപ്പോഴും ഈ 3 ഇട്ടിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാല് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആൾക്കാർക്ക് അടക്കം വരും. അതൊരു വോമിറ്റിംഗ് ടെൻഡൻസി. എനിക്കറിയാവുന്ന ഒരു ഡ്രൈവർ EV ഓടിക്കുമ്പോൾ അയാൾ IC എഞ്ചിന് അടുത്തിടെ മാറിയിട്ടുള്ളൂ. ആളുടെ കൂടെ വണ്ടിയിലിരിക്കുമ്പോഴുള്ള ഒരു വലിയൊരു പ്രശ്നം അതായിരുന്നു. നമ്മൾ ഈ പിന്നിൽ ഇരുന്നിട്ട് ഊഞ്ഞാലിൽ ആടണ മാതിരി ആടിക്കൊണ്ടിരിക്കും. മൂപ്പര് ആക്സിലേറ്റർ വിടും. മൂപ്പർക്ക് അത് വലിയ പ്രശ്നമല്ല, ഈ ഇതുമ്മ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നുണ്ടേ. അപ്പോൾ അത് സത്യത്തിൽ വണ്ടിയിൽ ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്, വോമിറ്റിംഗ് ടെൻഡൻസിക്കും വരുന്നവരുണ്ട്. അതേപോലെ തന്നെ അത് വണ്ടിക്ക് സ്ട്രെസ്സാണ്, മൈലേജ് കുറയുകയും ചെയ്യും. അപ്പൊ ഹൈവേയിലേക്ക് വന്നിട്ട് നമ്മളൊരു 1 ആ ലെവലിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ അത്ര സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് റീജൻ സപ്പോർട്ട് ബ്രേക്കിൽ ഇല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതനുസരിച്ച് കരുതി നമ്മൾ ചവിട്ടണം. ഈ
നമ്മുടെ EV വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അതാണ്. കാരണം ഒരു തരം ബ്രേക്കിംഗ് നമുക്ക് എപ്പോഴും റീജിയനിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. നമ്മൾ ഇത് ഇങ്ങനെയും നമ്മൾ പെഡൽ ചവിട്ടിയിട്ടും നന്നായിട്ട് ബ്രേക്ക് പിടിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക വേണം, അല്ലെങ്കിൽ ചെയ്യുക തന്നെ വേണം. പ്രാക്ടീസ് നല്ല ഉദ്ദേശിച്ച് നമ്മളത് മനസ്സിലുണ്ടായിരിക്കണം. നേരത്തെ കിട്ടിയ പോലെ ബ്രേക്ക് നമ്മൾ റീജൻ 0, 1 ഒക്കെ ആകുമ്പോൾ കിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാന അന്ധവിശ്വാസമാണ്, പ്രത്യേകിച്ചും കേരളത്തിലുള്ളതാണ്, മൺസൂണൊക്കെ ഉള്ളതല്ല, മഴയത്ത് EV ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത്. സത്യത്തിൽ IP67 അതിൻ്റെ മുകളിലേക്കൊക്കെയുള്ള ബാറ്ററി പാക്കുകളാണ് ഈ വണ്ടിയിലുള്ളത്. അങ്ങനെയൊന്നും വെള്ളം കയറില്ല. പിന്നെ ഒരു പേടിയാണ് ഇത് വന്നിട്ട് ഷോക്ക് അടിക്കും എന്നൊക്കെയുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ IC എഞ്ചിൻ പെട്രോൾ വണ്ടിയിലും ഡീസൽ വണ്ടിയിലുള്ള പ്രശ്നമൊന്നും ഈ EV വണ്ടിയിൽ വെള്ളക്കെട്ടിലൂടെ ഓടിക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പെട്രോൾ കാറാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ എക്സോസ്റ്റ് വഴി വെള്ളം എഞ്ചിനിലേക്ക് എടുക്കുകയും എഞ്ചിൻ ലോക്കാവുകയും ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട്. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതേസമയം EVയിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ 2018 പ്രളയം പോലത്തെ സംഭവങ്ങൾ വന്നാലും EV ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കിയിട്ടൊക്കെ ചിലപ്പോൾ ഓടിക്കാൻ പറ്റിയെന്ന് വരും. IC എഞ്ചിന് പറ്റുന്ന പോലെ പ്രശ്നങ്ങൾ വരില്ല. അതൊരു വെറും ഒരു അന്ധവിശ്വാസമാണ്. ഇത് വെള്ളക്കെട്ടിലൂടെ വണ്ടി EV ഓടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരും, ഷോക്ക് അടിക്കും, ആൾക്കാർ മരിച്ചു പോകും എന്നൊക്കെ പറയുന്ന പലയിടത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെറും അന്ധവിശ്വാസമാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം ബാറ്ററിക്ക് അത്യാവശ്യം നല്ല വാട്ടർ പ്രൂഫിങ്ങിലൂടെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വലിയ അന്ധവിശ്വാസമാണ്, നമ്മൾ ഈ 8 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ ബാറ്ററി അടിച്ചു പോകും, വണ്ടിയുടെ പകുതി വില ബാറ്ററിക്കാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 8 വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസം അടിച്ചു പോകാൻ നിൽക്കുന്ന ഒരു മെമ്മറി ചിപ്പ് ഒന്നും വെച്ചിട്ടുള്ള സാധനം നല്ല ഈ ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുകൾ ചേർത്തിട്ട് അസംബിൾ ചെയ്തിട്ട് ഒരു ബാറ്ററി ആയിരിക്കുകയാണിത്. അപ്പോൾ ഇത് ഒരുമിച്ച് എല്ലാ സെല്ലും കൂടിയിട്ട് അങ്ങ് പോകും ഇല്ല. നമ്മൾ പണ്ടൊക്കെ ജീവൻ സാഥി ടോർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു. പല സെല്ലുകൾ ഇട്ടിട്ട് ഒരു 4-5 സെല്ല് ഇട്ടിട്ടുള്ള വലിയ ടോർച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതേ സംവിധാനം തന്നെയാണ് ഈ ബാറ്ററി എന്ന് പറയുന്നതും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സെല്ല് വീക്ക് ആവാം എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ഒരു വരുന്നൊരു സംഭവം. ഇപ്പൊ 8ാമത്തെ വർഷം കഴിഞ്ഞിട്ട് അപ്പം തന്നെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാറ്ററി അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു 2-3 വർഷം മുമ്പൊക്കെ ഇതിന്റെ ഒരു 72H സെല്ലിന്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന LFP, സാധാരണ കാറുകളിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന NMC LFP ആയാലും LFP സെല്ലിന് 15 രൂപയ്ക്കും വന്നിരുന്നു. ഇപ്പോൾ വെറും 4 രൂപ റേഞ്ചിലേക്കാണ്, 4000 രൂപയ്ക്ക് വിലയുള്ളൂ കേട്ടോ. അപ്പോൾ വില താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 3-4 വർഷം കൊണ്ട് ഇത്ര വില താഴേക്ക് വന്നു. ഇനിയും അത് കുറയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 8 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് വളരെ കുറഞ്ഞ പ്രൈസിന് കിട്ടുന്നൊരു സംഭവമാണ്. ഈ സെല്ല് റീപ്ലേസിങ് മാത്രമേ വരുള്ളൂ. പലപ്പോഴും കമ്പനി വന്നിട്ട് എൻ്റെ ബാറ്ററി മാറ്റി തന്നു എന്ന് പറഞ്ഞാൽ പുതിയ ബാറ്ററി കൊണ്ടു വെച്ചു എന്നൊന്നും ആരും കരുതണ്ട. സത്യത്തിൽ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് അഴിച്ചിട്ട് ഇത് പൂനെ പോലെയുള്ള സ്ഥലത്ത് അവരുടെ, കാരണം ബാറ്ററി ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററിയുടെ സെല്ലുകളൊക്കെ ഇതാക്കുമ്പോൾ കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് വേണ്ടതുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പ്ലാന്റുകളിൽ പോയിട്ട് ഈ സെല്ലുകൾ അഴിച്ചിട്ട് അതിലെ വീക്കായിട്ടുള്ള സെല്ലുകൾ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ആ സെല്ല് ഒന്നിനും പറ്റില്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുകയോ ചെയ്തിട്ട് ഇത് വീണ്ടും അടച്ച് നമുക്ക് തന്നെ വരാം. അല്ലെങ്കിൽ ഇതെന്താ വെച്ചാൽ നമുക്ക് പകരം വേറൊരു ഇതിന് മുമ്പത്തെ വണ്ടിയുടെ ഇതുപോലെ മാനേജ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സർവീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററി പാക്ക് നമുക്ക് വരികയും ഇത് അടുത്ത ആൾക്ക് പോകും. ഇപ്പോൾ തൃശ്ശൂർ എനിക്കറിയാവുന്ന ഒരു റോബിൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ആള് വന്നിട്ട് ഈ ബാറ്ററിക്ക് സർവീസ് ചെയ്തിട്ട് വീക്കായിട്ടുള്ള സെല്ലുകൾ ബൂസ്റ്റ് ചെയ്യുക ഫസ്റ്റ് ലെവലിൽ. ഇനി അത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ ഒരു വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഭയം വേണ്ട. ബാറ്ററി നമ്മൾ 8 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ പല ടെക്നീഷ്യന്മാരും, നമ്മളിപ്പോൾ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലൊന്നുമല്ല, പല ടെക്നീഷ്യന്മാരും ഇത് അഴിച്ചെടുത്തിട്ട് ഇത് റീപ്ലേസ് ചെയ്ത് നമുക്ക് 2-3 ദിവസം കൊണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ ഒരു ടെൻഷൻ ഈ ബാറ്ററിനെ കുറിച്ച് വേണ്ട. അതൊരു 8 വർഷം കൊണ്ട് അത് മാറ്റേണ്ടി വരും, അത് വണ്ടിയുടെ 50% ആണെന്നൊക്കെ പറഞ്ഞ ഒരു അന്ധവിശ്വാസമായിട്ട് കരുതിയാൽ മതി. മറ്റൊരു അന്ധവിശ്വാസമാണ് ഈ EV വെഹിക്കിളിന്റെ ടയർ തേയ്മാനത്തിനെ കുറിച്ചിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ EV വെഹിക്കിളിന്റെ കംപ്ലൈന്റ് അല്ല കൂടുതലും. എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ EV ഡ്രൈവറുടെ കംപ്ലൈന്റ് ആണ്. EV ഉപയോഗിക്കാൻ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EV ടയർ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മോഡലിൽ തന്നെ 25-20 ഉള്ളിലേക്ക് ടയർ മാറ്റിയ ആൾക്കാരുണ്ട്. ഓക്കെ, എനിക്ക് പക്ഷെ ഇപ്പോൾ അതൊരു 35,000 കിലോമീറ്ററായി. എൻ്റെ ടയർ ഇപ്പോഴും 50% അടുത്ത് ടയർ ലൈഫ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ റീജൻ ഉപയോഗിക്കുന്ന ഏറ്റവും കൂട്ടിയിടുകയാണെങ്കിൽ അത് സത്യത്തിൽ ടയറിന് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ എഞ്ചിൻ ബ്രേക്കിംഗ് പോലെയാണല്ലോ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് ആക്സിലേറ്റർ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ടയറിലേക്ക് പെട്ടെന്ന് തേയ്മാനത്തിന് കാരണമാവുന്നുണ്ട്.
പലപ്പോഴും റീജൻ കൂട്ടി പല ആൾക്കാരും ഹൈവേയിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോകുമ്പോഴാണ് ഈ ടയർ കത്തിപ്പോകുന്നത് എന്നുള്ളതാണ് പൊതുവെ ടയറിനെ കുറിച്ച് അറിയാവുന്ന ചില ആൾക്കാർ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ EV വെഹിക്കിളെല്ലാം നല്ല വെയിറ്റ് ഉള്ള വണ്ടികളായിരിക്കും. കാരണം ബാറ്ററി പാക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയുടെ IC മോഡലും എൻ്റെ മോഡലായിട്ട് നല്ല വെയിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെയിറ്റ് ഈ ടയറിലേക്കാണ് ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടയർ വന്നിട്ട് ആക്ച്വലി IC എഞ്ചിനിലെ ടയർ അല്ല അവർ EV വെഹിക്കിളിൽ ഇട്ടിരിക്കുന്നത്, വേറൊരു മോഡൽ ടയറാണ്. അത് തന്നെ കോണ്ടിനെന്റിന്റെ വേറൊരു മോഡലാണ്. ആ ടയറിന് IC എഞ്ചിന്റെ ടയറിനേക്കാൾ ഒരു 10-30-40% മിനിമം റേറ്റ് കൂടുതലുമാണ്. അപ്പൊ അത് ലാഭം കണ്ടിട്ട് നമ്മൾ കുറഞ്ഞ ടയർ ഇടുകയാണെങ്കിൽ IC എഞ്ചിനിൽ, അതായത് പെട്രോൾ ഡീസൽ കാറിൽ ഉപയോഗിക്കുന്ന ടയർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് തേയ്മാനം കൂടുതലും ചിലപ്പോഴൊക്കെ ഈ ടയർ പൊട്ടാറുണ്ട്. ഈ വെയിറ്റിന്റെ ലോഡ് കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ചെറിയ കല്ലിലും ഇതിലൊക്കെ കയറുമ്പോഴേക്കും തന്നെ എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുക എന്നുള്ളത് സംഭവിക്കുന്നുണ്ട്. അത് കമ്മ്യൂണിറ്റിയിൽ കാണുന്നതിന് കാരണം ഇതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിനു വേണ്ടി ഒപ്റ്റിമം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടയർ അല്ല യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. സർവീസ് സെന്ററിൽ വരുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് കേട്ടോ, അത് ബ്രേക്ക് പാഡ് മാറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ EV വണ്ടികളുടെ ബ്രേക്ക് പാഡ് തേയ്മാനം വളരെ കുറവാണ്. കാരണം ഇത് റീജനറേഷൻ ബ്രേക്കിങ്ങിൽ തന്നെ കുറേയൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. 1,00,000 കിലോമീറ്ററൊക്കെ ആയാലൊക്കെയാണ് ചിലപ്പോൾ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരുള്ളൂ. അത് എൻ്റെ 30,000 കിലോമീറ്ററിൽ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ബ്രേക്ക് പാഡ് നല്ല ഹെൽത്തി ആയിരിക്കും, ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് മാറ്റുന്നത്. പിന്നെ നമ്മൾ സർവീസ് സെന്ററിൽ പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ EV വണ്ടികൾക്ക് കാര്യമായ സർവീസ് ഇല്ല, അവർക്ക് അതിൽ നിന്ന് വലിയ വരുമാനവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആഡ് ഓൺ സാധനങ്ങൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റേ ചെയ്യാം, ഇത് ചെയ്യാം. ആവശ്യമുള്ളത് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക, അത് ചെയ്താൽ മതി. പിന്നെ കുറേ കാര്യങ്ങൾ അവർക്കൊരു പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അനാവശ്യ കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം കൂടുതൽ AC വെന്റ് ക്ലീൻ ചെയ്യുക എല്ലാ പ്രാവശ്യം പോകുമ്പോൾ, അങ്ങനെയൊക്കെ ചാർജ് ചെയ്യുന്ന ചില സർവീസ് സെന്ററിനെ കുറിച്ചിട്ട് കേട്ടു. അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. അല്ല 10,000 കിലോമീറ്റർ പോകുമ്പോഴും നമ്മൾ 10,000 കിലോമീറ്ററിൽ പോകുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ 10,000 കിലോമീറ്ററിൽ പ്രത്യേകിച്ചൊന്നും ചേഞ്ചസും സാധനങ്ങളൊന്നും ചെയ്യാനില്ല സത്യത്തിൽ. പിന്നെ ഒരു AC-യുടെ വെന്റ് ക്ലീൻ ചെയ്യുക, അതുപോലെ AC-യുടെ ഫിൽറ്റർ മാറ്റുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിൽറ്റർ ക്ലീൻ ചെയ്തിടാവുന്ന സാധനങ്ങളാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? ഈ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ EV ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഇതായിരുന്നു, നമ്മൾ ചുരമൊക്കെ ഇറങ്ങുമ്പോൾ SOC 100 ആയിട്ട് ഇറങ്ങരുതെന്ന്. കാരണം അത് റീജനറേഷൻ ബ്രേക്ക് നമുക്ക് കിട്ടാതെ വരികയും വണ്ടി ഫ്രീ ഫ്ലോ ആയിട്ട് പോവുകയും ചെയ്യും. നമുക്ക് ബ്രേക്കിംഗ് പ്രോബ്ലം വരും. ചിലപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ബ്രേക്ക് ചവിട്ടി അതിൻ്റെ ബ്രേക്ക് പാഡും ഇത് ഹീറ്റ് ആവുകയും നമുക്ക് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് ഞാനിതിൽ ലിങ്ക് മുകളിൽ ഇടുന്നുണ്ട്, അത് കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ എക്സ്പ്രസ് വേ പോലെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ റീജനറേഷൻ ബ്രേക്ക് മാക്സിമം കുറച്ച് ഉപയോഗിക്കാൻ പറയുന്നത്, മൈലേജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരിത് പറഞ്ഞു. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ റീജൻ 3ഉം 4ഒക്കെ ഇട്ട് ഓടിച്ച് പരിശീലിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് റീജൻ 1 അതിലേക്കൊക്കെ പോയിട്ട് നമ്മൾ ഹൈവേയിലൂടെ പാഞ്ഞു പോവുകയാണെങ്കിൽ ബ്രേക്ക് നമ്മൾ കൃത്യമായി പെഡൽ യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കാരണം വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു ഓർമ്മയുടെ പുറത്ത് വന്നിട്ട് ആ റീജൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആക്സിലേറ്റർ ഒന്ന് കാലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വണ്ടി പോകും, അപകടമുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഈ ഡ്രൈവിങ്ങിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് കേട്ടോ, നമ്മൾ ഈ ഡാഷ്ബോർഡിൽ ഒരു കിലോമീറ്റർ കാണിക്കും, അതായത് 50% 150 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഡിപ്പെൻസ് ആണ്. അതിന് പൂർണ്ണമായിട്ട് നമ്പരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ ഡ്രൈവർക്ക് അനുസരിച്ചിട്ടും അത് മാറ്റം വരും ആ കിലോമീറ്റർ. ഇപ്പൊ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന പെട്രോൾ ഡീസൽ വണ്ടികൾ പെർഫോമൻസ് വിഭാഗത്തിൽപ്പെട്ട വണ്ടികളായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം ആക്സിലേറ്റർ കൊടുത്തിട്ട് ആ ത്രില്ലിലായിരിക്കും നമ്മളത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ SOC പെട്ടെന്ന് താഴെ പോരും. ഇപ്പൊ നമ്മൾ ആദ്യമൊക്കെ എനിക്ക് പലരും ഇങ്ങനെ എനിക്ക് വണ്ടിയിൽ 250 കിട്ടി, എനിക്ക് 260 കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ പകുതി കിട്ടി നെഞ്ചത്ത് വേദനയായിട്ട് ഇരിക്കുകയായിരുന്നു. അയ്യോ, ഇത്രയേ ഉള്ളൂ എനിക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ ഞാനൊരു EV ഡ്രൈവറായിട്ട് ഞാൻ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് മാക്സിമം ഒരു കിലോ വാട്ടില്
കിട്ടാവുന്ന കിലോമീറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ എനിക്ക് ത്രില്ല് തോന്നി, അത് കുറച്ചും കൂടി കൂടുതലാക്കാൻ പറ്റുമോ നോക്കി. അങ്ങനെ പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് ഇതിന്റെ കിലോമീറ്റർ റീഡിങ് കാണിക്കുന്നത് കേട്ടോ. അത് പൂർണ്ണമായിട്ട് 50% 150 കിലോമീറ്റർ കിട്ടും. വീട്ടിലേക്ക് 148 ഉള്ളൂ, എന്നാൽ പോയി വയ്ക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ സ്പോർട്ട് മോഡ് യൂസ് ചെയ്യുന്നു, നോർമൽ മോഡ് യൂസ് ചെയ്യുന്നു, ഇക്കോ മോഡ്, ഇതിനൊക്കെ ഇതിൽ ഡിഫറൻസ് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. EV ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ വണ്ടി റീസെറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. ചിലപ്പോൾ ചാർജിങ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ചാർജ് കയറാതെ വരിക, അല്ലെങ്കിൽ ചെറിയ എററുകൾ കാണിക്കുക, ഡാഷ്ബോർഡിൽ എറർ കാണിക്കുക. അപ്പോൾ നേരെ ഒരു 10ന്റെ സ്പാനർ എടുത്തോളം പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റിയിൽ പലപ്പോഴും കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിലറി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ കണക്ട് ചെയ്യാണ് വേണ്ടത് വണ്ടി റീസെറ്റ് ചെയ്യാൻ വേണ്ടി. ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അതിൽ മാറാറുണ്ട്. അപ്പൊ ഇതാണ് ഈ 10ന്റെ സ്പാനർ. അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ ഞാനിപ്പോ ഇതില് ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത് നമ്മൾ കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്, ഇത് സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 10ന്റെ സ്പാനർ ഒരു EV വണ്ടിയിൽ വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം പലപ്പോഴും ആ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, നമ്മുടെ ഗിയർ നോബില്ലേ, ഗിയർ നോബിന്റെ അടുത്ത് നമ്മൾ വെള്ളം, കോള, പിന്നെ ചിലപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്ന ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത് ഈ ഗിയർ നോബിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഒന്നല്ല, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പണി കിട്ടും. അങ്ങനെ ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ട് കോണ്ടാക്റ്റുകളിൽ ഇതിലേക്ക് അതൊരു പ്രോബ്ലം കാണിച്ചിട്ട് പ്രശ്നമാവുന്നത് പൊതുവെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. വണ്ടിയുടെ ഉള്ളിൽ വെള്ളം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ നമ്മുടെ ഈ ഗിയർ നോബിലേക്ക് വരാത്ത രീതിയിൽ ശ്രദ്ധിക്കുക. ഞാനൊരു വലിയ EV എക്സ്പെർട്ട് അങ്ങനെയൊന്നും അവകാശപ്പെടുന്നില്ല കേട്ടോ. ഞാൻ കൂടുതലും വണ്ടി എടുത്തിട്ട് നമ്മൾ ആശാരിപ്പണി പഠിച്ചതാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. ഈ ഒരുപാട് വാട്സാപ്പ് കമ്മ്യൂണിറ്റികളുണ്ട് EVയുടെ. ഓരോ വണ്ടിക്ക് തന്നെ ഒരു 5-6 കമ്മ്യൂണിറ്റി വെച്ചിട്ടൊക്കെ EVയിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് അവർ പറയുന്നത് കേൾക്കും, അതിൻ്റെ കാര്യങ്ങളോ അങ്ങനെയാണോ ഇങ്ങനെയാണോ അതെല്ലാ കാര്യങ്ങളും ഞാൻ പഠിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ EVയുടെ എൻ്റെ ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണ്. അത് പറയുന്നതിൽ വിഷമമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എനിക്ക് അറിയാവുന്ന ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളും ഞാൻ ഇതോടൊപ്പം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ EVയുടെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുകയാണെങ്കിൽ ഞാൻ അതിന് മാക്സിമം മറുപടി തരാൻ, എനിക്കറിയാവുന്ന മറുപടി തരാൻ ശ്രമിക്കും. ഇനി എനിക്കറിയാത്തതാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിലേക്ക് ചോദിച്ചിട്ട് ഞാൻ മറുപടി തീർച്ചയായിട്ടും തരും. സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കും ഒരുപാട് ഇതുപോലത്തെ മിത്തുകളും അന്ധവിശ്വാസങ്ങളൊക്കെ നിങ്ങളോടും പലരും പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ നിജസ്ഥിതി അറിയണം എന്നുണ്ടെങ്കിൽ അതും കൂടി കമന്റിൽ ചോദിച്ചോളൂ. ഞാൻ ഈ പോഡ് വിത്ത് സ്റ്റാജൻ എന്ന യൂട്യൂബ് ചാനലിലെ EV ടോക്സ് അല്ലാതെ തന്നെ മറ്റു പല കണ്ടന്റുകളും ഇടുന്നുണ്ട് കേട്ടോ. പോഡ്കാസ്റ്റ് അങ്ങനെയുള്ള പലതും ഉണ്ട്. അപ്പൊ നിങ്ങൾക്കത് കണ്ടു നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഇതിൽ കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് നോക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കൂ. അപ്പൊ ഇതുവരെ ഈ ചാനൽ കണ്ടതിന് വളരെ സന്തോഷം. തീർച്ചയായും ഇനി വരുന്ന എപ്പിസോഡുകളും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.